ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ. എന്താണ് ഡിപ്രീസിയേഷൻ? ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരുപാട് ഫിക്സഡ് അസറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇത്തരം ഫിക്സഡ് അസറ്റുകൾ നിരന്തരം യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡിപ്രീസിയേഷൻ കൊണ്ട് ബിസിനസ്സിന് ലോസ് ആണ് സംഭവിക്കുന്നത്. മീൻസ് ബിസിനസ്സിൽ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ നിരന്തരം ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ബിസിനസ്സിന് നഷ്ടമാണ്. ആ ഒരു അസറ്റിൽ ബിസിനസ്സിന് നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇത്തരം ഡിപ്രീസിയേഷനുകൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി 10 മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ can be classified into 10. ഓക്കെ, ഇതിലെ ഫസ്റ്റ് മെത്തേഡാണ് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, ആ ഒരു ടേം അല്ലേ, ഫിക്സ്ഡ് എന്ന് പറയുന്ന ആ ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തോ ഒന്ന് ഇവിടെ ഫിക്സ്ഡ് ആണ്. അതായത് ഈ ഒരു ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. ബിസിനസ്സിൻ്റെ അസറ്റിൻ്റെ വാല്യൂവിൽ നിന്നും നമ്മൾ ഡിപ്രീസിയേഷൻ ഓരോ വർഷവും ലെസ് ചെയ്തു പോകുന്നത് ഈ ഒരു സെയിം എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണ് എങ്കിൽ അതിനെയാണ് നമ്മൾ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് പ്രകാരം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡിപ്രീസിയേഷൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിന് നമുക്ക് ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാനുണ്ട്. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഡിപ്രീസിയേഷൻ is equal to cost of asset minus scrap value divided by life of the asset in years. ഓക്കെ, ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം, സ്ക്രാപ്പ് വാല്യൂ അറിഞ്ഞിരിക്കണം. അതായത് സ്ക്രാപ്പ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പീരീഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിക്സ്ഡ് അസറ്റിന് എന്തെങ്കിലും ഒരു സ്ക്രാപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുക. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കോസ്റ്റ് ഓഫ് ഗുഡ്സിൽ നിന്നും ആ ഒരു വാല്യൂ മൈനസ് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം നമ്മൾ ആ ഒരു ഫിഗറിനെ നമ്മൾ ലൈഫ് ഓഫ് ദി അസറ്റ് ഇൻ ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. മീൻസ് നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കോസ്റ്റ് ഓഫ് ദി അസറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 12,000 ആണെന്ന് കരുതാം. സ്ക്രാപ്പ് വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത് 2,000. ഓക്കെ, ദെൻ ലൈഫ് ഓർ ഇയേഴ്സ് നമുക്ക് തന്നിട്ടുള്ളത് 5 ആണെന്ന് കരുതാം. എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിളാണ്. കോസ്റ്റ് ഓഫ് ദി അസറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 12,000 ആണ്, മൈനസ് സ്ക്രാപ്പ് വാല്യൂ 2,000. ഓക്കെ, നമ്പർ ഓഫ് ഇയേഴ്സ് 5 ആണ് തന്നിട്ടുള്ളത്. ഈ ഒരു കാൽക്കുലേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് 2,000 ആണ്. 2,000 എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ആണ്. ഈ ഒരു ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഈ ഒരു അസറ്റ് യൂസ് ചെയ്യുന്ന ആ ഒരു കാലം നമ്മൾ ഡിപ്രീസിയേഷനായിട്ട് ലെസ് ചെയ്തു പോകുന്ന എമൗണ്ട് ഫിക്സ്ഡ് ആയിരിക്കും. ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിപ്രീസിയേഷൻ വാല്യൂ 2,000 എന്ന് പറയുന്ന ഡിപ്രീസിയേഷൻ വാല്യൂ ആയിരിക്കും നമ്മൾ ആ ഒരു അസറ്റിൻ്റെ ലൈഫ് പീരീഡിൽ നമ്മൾ ഡിപ്രീസിയേഷനായിട്ട് ഡിഡക്റ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇവിടുത്തെ ഡിപ്രീസിയേഷൻ ഈ ഒരു അസറ്റിൻ്റെ ലൈഫ് പീരീഡിൽ ഫിക്സ്ഡ് ആയിരിക്കും. 2,000 എന്ന് പറയുന്ന ഈ ഒരു ഫിഗർ നമ്മുടെ ഡിപ്രീസിയേഷൻ ഫിക്സ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽഡ് നോട്ട്സും റിലേറ്റഡ് ക്വസ്റ്റ്യൻസും നമ്മുടെ ആപ്പിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആപ്പിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ സ്റ്റുഡൻസ്.